ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT പുതിയ സിലബസ് അനുസരിച്ചുള്ള മൂന്നാമത്തെ ചാപ്റ്റർ, ജോഗ്രഫി ഭാഗത്തു നിന്നുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാർട്ട് 2 ജോഗ്രഫിയിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ മൂന്നാമത്തെ ചാപ്റ്റർ കാണുന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ഓരോ ചാപ്റ്റേഴ്സും റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആദ്യത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ അങ്ങനെ ഓരോന്നായിട്ട് കണ്ടാൽ മാത്രം അതിൻ്റെ കണ്ടിന്യൂഷനാണ് അടുത്ത ചാപ്റ്റർ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ, മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. അപ്പോൾ SCERT ന്യൂസ് സിലബസ് പ്രകാരമുള്ള ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇനി നമുക്ക് വരുന്ന HSA, LP, UP അതുപോലെ LDC എല്ലാ PSC എക്സാമിനേഷനുകൾക്കും ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പോൾ എല്ലാവരും ന്യൂസ് സിലബസ് പ്രകാരമുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിതൊരു ഭാരമായി തോന്നുകയില്ല. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം. മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ മറ്റുള്ള ചാപ്റ്റേഴ്സിനെ പോലെ തന്നെ ആദ്യം ഇവിടെ ഒരു പാരഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. ഇന്നലെയാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും നര്യന്മാറിൽ ഞാൻ എത്തിച്ചേർന്നത്. പെച്ചോര നദിയുടെ തീരത്തുള്ള ഈ പട്ടണത്തിൽ എന്നെപ്പോലുള്ള ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരാറുണ്ട്. ഇവിടെ നിന്നും സൈബീരിയൻ ടണ്ട്ര പ്രദേശങ്ങളിലേക്ക് കാൽനടയായി സഞ്ചരിച്ച് അവിടുത്തെ സവിശേഷതകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടുന്ന പര്യവേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഒരു പര്യവേഷണ സംഘം, കുറച്ച് സഞ്ചാരികൾ പോകുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മളിവിടെ ടണ്ട്ര പ്രദേശത്തെക്കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഓരോന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ചാപ്റ്റർ മുതൽ തന്നെ തുടങ്ങുക. വർഷം മുഴുവൻ അതിശൈത്യം അനുഭവപ്പെടുന്നതും മഞ്ഞ് മൂടിക്കിടക്കുന്നതുമായ ഈ പ്രദേശം കോങ്കോയിലെ കസായി പ്രവിശ്യയിൽ നിന്നുള്ള എനിക്ക് അത്ഭുതങ്ങളുടെ ലോകമാണ് തുറന്നു വെച്ചത്. അപ്പോൾ ഈ വന്ന സഞ്ചാരി എവിടെ നിന്ന് വന്നതാണ്? അദ്ദേഹം കോങ്കോയിലെ കസായി പ്രവിശ്യയിൽ നിന്ന് വന്നതാണ്. ഈ കോങ്കോ എന്ന് പറയുന്നത് നല്ല ഭൂമധ്യരേഖ പ്രദേശത്തായതുകൊണ്ട് തന്നെ നല്ല ചൂട് ഉള്ള സ്ഥലമാണ് ആഫ്രിക്കയിലെ കോങ്കോ എന്ന് പറയുന്നത്. താരതമ്യേന ഏറ്റവും അധികം സൗരോർജം ലഭിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശത്ത് ജീവിക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് ധ്രുവപ്രദേശത്തോടടുത്തുള്ള ഒരു പ്രദേശത്ത് എത്തിച്ചേരുമ്പോഴും അവിടെയുള്ള കാഴ്ചകൾ കാണുമ്പോഴുമുള്ള അതിശയം എത്രയാണെന്ന് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് ജീവിച്ച അദ്ദേഹം എന്ത് ചെയ്യുന്നു? ധ്രുവപ്രദേശത്തോടടുത്ത ആ പ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ അവിടെയുള്ള കാഴ്ചകൾ കാണുമ്പോഴുള്ള അതിശയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇരു പ്രദേശങ്ങളും തമ്മിലുള്ള സസ്യജന്തുജാലങ്ങളിലെ വൈവിധ്യം, ജീവിത രീതികളിലെ വ്യത്യാസം എന്നിവ കണ്ടറിയേണ്ട ഒന്ന് തന്നെ. ടണ്ട്ര പ്രദേശങ്ങളിൽ താരതമ്യേന ഉയർന്ന താപനില അനുഭവപ്പെടുന്ന ജൂലൈ മാസത്തിൽ പോലും ശരാശരി താപനില 10 ഡിഗ്രി സെൽഷ്യസിനും താഴെയാണ്. അപ്പോൾ ഈ ടണ്ട്ര മേഖല എന്ന് പറഞ്ഞാൽ ധ്രുവപ്രദേശങ്ങളിലുള്ള മേഖലയാണ് ടണ്ട്ര മേഖല എന്ന് പറയുന്നത്. ഇവിടെ വലിയ കൂടിയ താപനില എന്ന് പറയുന്നത്, അതായത് ജൂലൈ മാസത്തിലാണ് കൂടിയ താപനില അനുഭവപ്പെടുന്നത്. ആ കൂടിയ താപനില എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലും താഴെയാണ്? 10 ഡിഗ്രി സെൽഷ്യസിനും താഴെയാണ്. ശൈത്യകാല താപനില -50 ഡിഗ്രി വരെ താഴാറുണ്ട്. അപ്പോൾ ശൈത്യകാലമായാൽ പിന്നെ പറയേണ്ടതില്ല. എത്ര ഡിഗ്രി വരെ? -50 ഡിഗ്രി വരെ ഈ ഒരു തണുപ്പ് വരാറുണ്ട്. വർഷം മുഴുവൻ ഉയർന്ന താപനില അനുഭവപ്പെടുന്ന എൻ്റെ നാടിനെക്കുറിച്ച് ഞാൻ അപ്പോൾ ഓർത്തുപോയി. കട്ടിയുള്ള രോമക്കുപ്പായങ്ങളും രോമത്തൊപ്പിയും ധരിച്ച് ഞങ്ങൾ ടണ്ട്ര പര്യവേഷണത്തിന് തയ്യാറായി. മത്സ്യം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പെൽമെനി എന്ന തനത് വിഭവമായിരുന്നു പ്രാതലിനോടൊപ്പം ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ പെൽമെനി എന്ന് പറയുന്നത് എന്താണ്? മത്സ്യം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു തനത് വിഭവം. ഈ ധ്രുവപ്രദേശങ്ങൾ, ടണ്ട്ര പ്രദേശത്തെ ഒരു തനത് വിഭവമാണ് പെൽമെനി എന്ന് പറയുന്നത്.
കോങ്കോയിലെ മിക്കവാറും എല്ലാ വിഭവങ്ങൾക്കൊപ്പവും മരിച്ചീനി ഉണ്ടാകും. ഇനി കോങ്കോ ആഫ്രിക്കയിലെ പ്രത്യേകത എന്താണ്? അവിടെ എല്ലാ വിഭവങ്ങൾക്കൊപ്പവും എന്തുണ്ടാകും? മരിച്ചീനി ഉണ്ടാകും. അപ്പോൾ വാഴയിലയിൽ വിളമ്പുന്ന വേവിച്ച മരിച്ചീനിയായ കോങ്ക, മരിച്ചീനി മാവ് കൊണ്ടുണ്ടാക്കുന്ന ഫുഫു, മരിച്ചീനി ഇല വേവിച്ചുണ്ടാക്കുന്ന വിഭവമായ സോംബെ എന്നിവയാണ് പ്രധാന മരിച്ചീനി വിഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട, നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നവരാണെങ്കിൽ അതിലൊക്കെ കാണിക്കും എന്താണ് മരിച്ചീനി കൊണ്ടുണ്ടാക്കിയ പലതരത്തിലുള്ള വിഭവങ്ങൾ. അപ്പോൾ വേവിച്ച മരിച്ചീനി വാഴയിലയിൽ വിളമ്പിയാൽ അത് കോങ്കോ ആയി. ഇനി മരിച്ചീനി മാവ് കൊണ്ടുണ്ടാക്കിയാൽ അത് ഫുഫു ആയി. മരിച്ചീനി ഇല വേവിച്ചുണ്ടാക്കുന്ന വിഭവത്തെ നമ്മൾ എന്തെന്ന് പറയും? സോംബെ എന്നാണ് പറയുന്നത്. പ്രധാന മരിച്ചീനി വിഭവങ്ങൾ ഇവയൊക്കെയാണ്. എൻ്റെ നാട്ടിലെ ഭക്ഷണ രീതിയുമായി ഇവിടത്തെ ഭക്ഷണ രീതിയെ താരതമ്യം ചെയ്തപ്പോൾ അവയിലെ വൈവിധ്യം എന്നിൽ ഏറെ കൗതുകം ഉണർത്തി. അപ്പോൾ നമ്മുടെ ടണ്ട്ര മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കണ്ടോ, മഹിമ കരടികൾ, അതുപോലെ കാളപ്പുറത്ത് സഞ്ചരിക്കുന്ന ആളുകളെയാണ് കേട്ടോ. ഇവിടെ കാളപ്പുറത്ത് സഞ്ചരിക്കുന്നവരാണ് ഈ കാണിച്ചിരിക്കുന്നത്. മൊത്തം മഞ്ഞ് മേഖലയാണ് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന രാജ്യത്തിലെ കസായി പ്രവിശ്യയിൽ നിന്നുള്ള ഒരു സഞ്ചാരി തൻ്റെ ടണ്ട്ര പര്യവേക്ഷണത്തെക്കുറിച്ച് തയ്യാറാക്കിയ വിവരണത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. അപ്പോൾ നമ്മൾ കണ്ടത് ഇതാണ്. ഭൂമിയിലെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെക്കുറിച്ച് മുൻ അധ്യായത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെക്കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ ആ കാലാവസ്ഥ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ട് വരിക. ഇനി എന്താണ്? ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ മറ്റൊരു കാലാവസ്ഥാ മേഖലയായ ടണ്ട്രയിൽ എത്തിച്ചേർന്നപ്പോൾ തൻ്റെ ചുറ്റുപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി അനുഭവക്കുറിപ്പിൽ രേഖപ്പെടുത്തിയത് കണ്ടില്ലേ. അപ്പം നമ്മളായാലും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ, ജീവിത രീതി, ചുറ്റുപാട്, ഇതിലൊക്കെ ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഈ രണ്ട് മേഖലകളുടെയും കൂടുതൽ സവിശേഷതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇനി നമ്മൾ പറയുന്നത് ടണ്ട്ര മേഖല, അതുപോലെ കോങ്കോ, ഈ സ്ഥലങ്ങളിലേക്ക് കാലാവസ്ഥാ സവിശേഷതകൾ അല്ലെങ്കിൽ അവിടുത്തെ ആ രണ്ട് മേഖലകളുടെയും കൂടുതൽ സവിശേഷതകളിലാണ് ഇനി നമ്മൾ പോകുന്നത്. ഒരു അറ്റ്ലസിൻ്റെ സഹായത്തോടെ കോങ്കോ എന്ന പ്രദേശത്തിൻ്റെ സ്ഥാനവും നര്യന്മാർ എന്ന പട്ടണത്തിൻ്റെ സ്ഥാനവും കണ്ടെത്തി അവ ഏതേത് കാലാവസ്ഥാ മേഖലകളിൽ ഉൾപ്പെടുന്നുവെന്ന് തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് കോങ്കോ എന്ന് നിങ്ങൾ നിരീക്ഷിച്ചറിഞ്ഞില്ലേ. അപ്പം നമുക്കറിയാം ഇത് ഭൂമധ്യരേഖ മഴക്കാടുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കണ്ടോ, അവിടെ മഴക്കാടുകൾ എന്ന് പറയുമ്പോഴും എന്താണ്, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കാടുകൾക്കുള്ളിലും. ഇതുണ്ടോ, ഇവിടെ ആളുകൾ കുടിൽ കെട്ടിയാണ് താമസിക്കുന്നത്. ഇനി ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലകൾ ചിത്രീകരിച്ചിട്ടുള്ള ഭൂപടം താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അറ്റ്ലസിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയെ നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ആ ഒരു ഭൂപടം ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ ആദ്യം ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്, ഇവിടെ ഭൂമധ്യരേഖ 0 ഡിഗ്രി, അതാണ് നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥ കടന്നു പോകുന്നത്. ഇവിടെ സൂചിക തന്നിട്ടുണ്ട് കേട്ടോ, ഭൂമധ്യരേഖ 0 ഡിഗ്രി. നമ്മുടെ ഇപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇതാണ് ഭൂമധ്യരേഖ കാലാവസ്ഥ ഉള്ള സ്ഥലങ്ങൾ വരുന്നത്. ഈ റെഡ് ഭാഗമുണ്ടല്ലോ, ഇതിനകത്ത് വരുന്നത് ഇതാണ് ഭൂമധ്യരേഖ കാലാവസ്ഥ ഉൾപ്പെടുന്ന നമ്മുടെ ഭൂഖണ്ഡങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിൽ, ഏതൊക്കെ വൻകരകളിലൂടെയാണ് നമ്മുടെ ഇത് കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ആമസോൺ വരുന്നുണ്ട്, മധ്യ ആഫ്രിക്ക വരുന്നുണ്ട്, തെക്ക് കിഴക്കൻ സ്ഥലങ്ങൾ വരുന്നുണ്ട്. അതായത് ഏഷ്യയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങൾ, ആഫ്രിക്കയിലെ മധ്യ ആഫ്രിക്ക, അതുപോലെ ആമസോൺ തടാകം ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക, ഈ ഭാഗത്ത് കൂടി 0 ഡിഗ്രി, ഇതാണ് നമ്മുടെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ. അതായത് നമുക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, 23.5 ഡിഗ്രി വടക്കിനും 23.5 ഡിഗ്രി തെക്കിനും ഇടയിലുള്ള ഭാഗങ്ങളിലൂടെ
ആണ് പ്രധാനമായിട്ടും എന്താണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുള്ളതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലകൾ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ കൂടി നമുക്ക് നോക്കാം. ഈ മേഖല സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ വൻകരകളിലാണ്? അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥ സ്ഥിതി ചെയ്യുന്ന വൻകരകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളിലാണ് ഈ ഭൂമധ്യരേഖ കാലാവസ്ഥ കടന്നു പോകുന്നത്. ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ അതും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആമസോൺ തടം, അതുപോലെ മധ്യ ആഫ്രിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയ ഭാഗങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇനി ഏത് താപീയ മേഖലയിലാണ് ഈ കാലാവസ്ഥാ മേഖല സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ 0 ഡിഗ്രി ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഇനി അതല്ലെങ്കിൽ നമുക്ക് പറയാം 23.5 ഡിഗ്രി തെക്കിനും 23.5 ഡിഗ്രി വടക്കിനും ഇടയിലായിട്ടാണ് ഈ ഒരു ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക തുടങ്ങിയ വൻകരകളിലെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് അറ്റ്ലസിൻ്റെ സഹായത്തോടെ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്. ഇതൊക്കെ എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഏഷ്യയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കി പോകാം. അതുപോലെ ആഫ്രിക്ക, നമ്മുടെ തെക്കേ അമേരിക്ക, ഈ 3 ഭൂഖണ്ഡങ്ങളിൽ 3 വൻകരകളിൽ ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലകൾ കടന്നു പോകുന്നതെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏഷ്യയിൽ ഏതെല്ലാം രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലകൾ കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് ഇന്തോനേഷ്യ, ഇവിടെ തന്നിട്ടുണ്ട്, ഇന്തോനേഷ്യ തന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് മലേഷ്യ. അപ്പോൾ ഇന്തോനേഷ്യയിലുണ്ട്, മലേഷ്യയിലുണ്ട്. പിന്നെ ഏതാണ്? സിംഗപ്പൂർ. നമ്മുടെ സിംഗപ്പൂരിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? സിംഗപ്പൂർ. പിന്നെ ബ്രൂണൈ ഉണ്ട്, ബ്രൂണൈ. നിങ്ങളിതെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ച് പഠിക്കുക. ബ്രൂണൈ. തായ്ലൻഡിൻ്റെ തെക്ക് ഭാഗങ്ങൾ, അപ്പോൾ തായ്ലൻഡിൻ്റെ തെക്കൻ ഭാഗങ്ങളിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? ഈ ഒരു ഏഷ്യയിലൂടെ ഈ ഒരു ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല പോകുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഫിലിപ്പൈൻസിൻ്റെ ചില ഭാഗങ്ങൾ, പാപ്പുവ ന്യൂഗിനിയ, ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ എന്ത് കടന്നു പോകുന്നുണ്ട്? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല കടന്നു പോകുന്നുണ്ട്. ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതി പോണേ. ഇനി അടുത്ത ആഫ്രിക്കൻ വൻകരകളിൽ ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഏതൊക്കെയാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ആ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇവിടെ തന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് പറയാവുന്നത് കോങ്കോ റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുമുണ്ട്. കോങ്കോ റിപ്പബ്ലിക്കിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. കോങ്കോ റിപ്പബ്ലിക്, അത് വേറൊരു രാജ്യമാണ് കേട്ടോ, കോങ്കോ റിപ്പബ്ലിക്. ഇത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അത് വേറെ. ഇത് രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ ഗാബോൺ, പിന്നീട് ഉഗാണ്ട, കെനിയ, സൊമാലിയ, റുവാണ്ട, ബുറുണ്ടി, ഇക്വറ്റോറിയൽ ഗിനിയ, അതുപോലെ സാവോട്ടോം ആൻഡ് പ്രിൻസപ്പെ. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിലൂടെ ആഫ്രിക്കയിൽ എന്ത് കടന്നു പോകുന്നുണ്ട്? ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഗാബോൺ ഉണ്ട്, കോങ്കോ റിപ്പബ്ലിക് ഉണ്ട്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഉണ്ട്, ഉഗാണ്ട, കെനിയ, സൊമാലിയ, റുവാണ്ട, ബുറുണ്ടി, ഇക്വറ്റോറിയൽ ഗിനിയ, സാവോട്ടോം ആൻഡ് പ്രിൻസപ്പെ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലൂടെ എന്ത് ആഫ്രിക്കൻ വൻകരയിൽ നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥ കടന്നു പോകുന്നുണ്ട്. അതിനെ അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? തെക്കേ അമേരിക്കയിൽ ഭൂമധ്യരേഖ കാലാവസ്ഥയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. തെക്കേ അമേരിക്കയിൽ ഇക്വഡോർ ഉണ്ട്, അതുപോലെ കൊളംബിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും എന്ത് കടന്നു പോകുന്നത്? ഈ കാലാവസ്ഥാ മേഖല, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാം. ഇക്വഡോർ, കൊളംബിയ, ബ്രസീൽ, തെക്കേ അമേരിക്കയിൽ.
ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ ലോക ഭൂപട രൂപരേഖയിൽ അടയാളപ്പെടുത്തി എൻ്റെ ഭൂപട ശേഖരത്തിൽ ഉൾപ്പെടുത്തുക. അത് കുട്ടികൾക്കുള്ള വർക്കാണ്, അത് നമുക്ക് നോക്കണ്ട. അടുത്തത്, എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥാ മേഖല ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്? ഭൂമധ്യരേഖയുടെ അടുത്തായിട്ട് കിടക്കുന്ന മേഖല ആയതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സാമാന്യ ധാരണ നേടിയല്ലോ. ഇനി നമുക്കിവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥയുടെ പ്രത്യേകതകൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം. വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരേപോലെയാണ് എന്നതാണ് ഭൂമധ്യരേഖ കാലാവസ്ഥയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഇവിടത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വർഷത്തിൽ എല്ലാ വർഷവും ഒരേപോലെയാണ്, ഏറെക്കുറെ ഒരേപോലെയാണ് ഇവിടുത്തെ താപനില മുഴുവനും. ഒരു വർഷം എടുത്താൽ ആ വർഷം മുഴുവനും താപനില ഒരേപോലെ ആയിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്ത് കാലികമായും ദൈനികമായും താപനിലയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകാറില്ല. അപ്പോൾ നമ്മൾ ഭൂമധ്യരേഖാ പ്രദേശത്തെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ചില കാലങ്ങൾ കാലികമായിട്ടോ അല്ലെങ്കിൽ ദിനം പ്രതിയോ ദൈനികമായിട്ടോ താപനിലയിൽ എന്തില്ല, കാര്യമായ വ്യതിയാനം ഉണ്ടാകാറില്ല. മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും ഏതാണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ശരാശരി താപനില നോക്കുകയാണെങ്കിൽ മാസത്തിലെ ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും എന്താണ്, ഏകദേശം ഈ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. എവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഭൂമധ്യരേഖ പ്രദേശങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാറില്ല. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്തെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇവിടെ അനുഭവപ്പെടാറില്ല? ശൈത്യകാലം അനുഭവപ്പെടാറില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സവിശേഷമായ കാലാവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്നതെന്നറിയാമോ? കാരണം നമുക്ക് നോക്കാം. ഭൂമധ്യരേഖാ പ്രദേശത്ത് വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായാണ് പതിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത്, ഇവിടെ ഈ ഒരു പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാത്തത്. ഉയർന്ന അളവിൽ ഇവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശം വർഷം മുഴുവൻ ഉയർന്ന താപനിലയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഈ ഭൂമധ്യരേഖാ പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ സൂര്യൻ എപ്പോഴും ലഭ്യമായി പതിക്കുന്നു. അവിടെ സൂര്യപ്രകാശം ഉയർന്ന അളവിലാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, വർഷം മുഴുവൻ ഉയർന്ന താപനിലയ്ക്ക് കാരണമാകുന്നു. തന്മൂലം ഈ പ്രദേശത്ത് ശൈത്യം പൊതുവെ അനുഭവപ്പെടാറില്ല. അപ്പം അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് എന്തനുഭവപ്പെടാത്തത്, ശൈത്യം അനുഭവപ്പെടാത്തത്. പ്രഭാതത്തിൽ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നതെങ്കിലും ക്രമേണ താപനില വൻതോതിൽ ഉയരുന്നു. ഇത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ഉച്ച കഴിഞ്ഞുള്ള കനത്ത സംവഹന മഴയ്ക്കും കാരണമാകുന്നു. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. പ്രഭാതത്തിൽ എന്താണ്, മിതമായ കാലാവസ്ഥ. നമ്മൾ രാവിലെ ഉറക്കമൊക്കെ എണീക്കുമ്പോൾ കാലാവസ്ഥ കുഴപ്പമില്ല, മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നതെങ്കിലും ക്രമേണ എന്ത് ചെയ്യുന്നു, താപനില വൻതോതിൽ ഉയരുന്നു. അപ്പോൾ ക്രമേണ ഈ താപനില കൂടുന്നു. എന്നിട്ടോ അത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ഉച്ച കഴിഞ്ഞുള്ള കനത്ത സംവഹന മഴയ്ക്കും കാരണമാകുന്നു. അപ്പോൾ ഈ താപനിലയിൽ ഉണ്ടാകുന്ന ഈ ഒരു താപനില കൂടുന്നതിൻ്റെ ഭാഗമായി ഇത് എന്ത് ചെയ്യുന്നു, ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണം ഉണ്ടാകും. അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞുള്ള കനത്ത സംവഹന മഴയ്ക്ക് ഇത് കാരണമാകുന്നത്. സംവഹന മഴയെക്കുറിച്ച് നിങ്ങൾ മുൻ അധ്യായത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ ചാപ്റ്റർ തുടങ്ങുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ സംവഹന മഴയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മുൻ ക്ലാസ്സുകളിലൊക്കെ ഈ സംവഹന മഴ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. കേരളത്തിൽ സംവഹന മഴ അനുഭവപ്പെടാറുണ്ടോ? ഏതൊക്കെ മാസങ്ങളിലാണ് ഈ മഴ അനുഭവപ്പെടുന്നത്? ഇപ്പോൾ സംവഹന മഴ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉഷ്ണകാലത്ത് ഉണ്ടാകുന്ന, അതായത് നമ്മൾ ഈ താപം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഈ താപം വായു വികസിച്ച് മുകളിലോട്ട് ഉയരും.
അങ്ങനെ മുകളിലോട്ട് ഉയരുന്ന വായു അത് ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യുന്നു, മഴയ്ക്ക് കാരണമാകുന്നു. അതാണ് സംവഹന മഴ എന്ന് പറയുന്നത്. അപ്പോൾ വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, വർഷം മുഴുവൻ അവിടെ എന്ത് കിട്ടും, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ ഈ ചൂട്, പകൽ ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ സംവഹന മഴ സ്വാഭാവികമായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം, വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഏകദേശം 175 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ വാർഷിക മഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വാർഷിക മഴ എങ്ങനെയാണ്, 175 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ വാർഷിക മഴ. ഏത് ഭാഗത്താണ് നമ്മൾ പറയുന്നത്? ഭൂമധ്യരേഖ കാലാവസ്ഥയിലെ വാർഷിക മഴയാണ് 175 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെ. ഉയർന്ന താപനില, ഉയർന്ന ബാഷ്പീകരണ തോത് എന്നിവയാണ് ഭൂമധ്യരേഖ പ്രദേശങ്ങളിലെ കനത്ത മഴയ്ക്ക് കാരണം. അപ്പോൾ ഇവിടെ കനത്ത മഴ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഉയർന്ന താപനില. ഇവിടെ താപനില കൂടുതലാണ്, അതുപോലെ ഉയർന്ന ബാഷ്പീകരണ തോത്. ബാഷ്പീകരണം കൂടുമ്പോൾ എന്ത് ചെയ്യും? ചൂട് കൂടും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മഴ പെയ്യുന്നത്. ഭൂമധ്യരേഖ പ്രദേശങ്ങളിലെ കനത്ത മഴയ്ക്ക് ഇത് കാരണമാകുന്നു. സംവഹന വൃഷ്ടി കൂടാതെ ചിലയിടങ്ങളിൽ ശൈലവൃഷ്ടിയും ലഭിക്കാറുണ്ട്. അപ്പോൾ സംവഹന വൃഷ്ടി അല്ലെങ്കിൽ സംവഹന മഴ നമ്മൾ പഠിച്ചു. ഈ സംവഹന മഴ കൂടാതെ ചിലയിടങ്ങളിൽ എന്തുണ്ട്? ശൈലവൃഷ്ടി, പർവ്വതമഴ. ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതമല്ലേ, പർവ്വതമഴയും ഉണ്ടാകാറുണ്ട്. ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ശൈലവൃഷ്ടി ലഭിക്കുന്നത്. അപ്പോൾ ശൈലവൃഷ്ടി ഉണ്ടാകുന്നത് പ്രധാനമായി ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിൽ ലഭിക്കുന്ന ആ ഒരു മഴയ്ക്ക് പറയുന്ന പേരാണ് ശൈലവൃഷ്ടി. നിർവാത മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ടുള്ള നേരിയ ചക്രവാത വൃഷ്ടിക്കും ചിലപ്പോൾ കാരണമാകാറുണ്ട്. അപ്പോൾ നിർവാത മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ടുള്ള നേരിയ ചക്രവാത വൃഷ്ടിക്കും കാരണമാകാറുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട്? സംവഹന വൃഷ്ടിയുണ്ട്, ശൈലവൃഷ്ടിയുണ്ട്, ഒപ്പം എന്ത് നടക്കാറുണ്ട്? ചക്രവാത വൃഷ്ടിയും ചിലപ്പോൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ മൺസൂൺ കാലാവസ്ഥയിലേതുപോലെയോ പോലെയോ സാവന്ന പ്രദേശങ്ങളിലുള്ളതുപോലെയോ ഒരു പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടാറില്ല. അപ്പോൾ എല്ലാ മാസവും മഴ ലഭിക്കുന്ന എവിടെയാ? ഈ പറഞ്ഞ നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ എന്താണ്? മൺസൂൺ കാലാവസ്ഥയിലേതുപോലെയോ, മൺസൂൺ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നമുക്കറിയാമല്ലോ ഒരു കാലഘട്ടത്തിലുള്ള മഴ. ഇനി സാവന്ന പ്രദേശങ്ങളിലുള്ളതുപോലെയോ ഒരു പ്രത്യേക വരണ്ട കാലം എവിടെയില്ല? ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ ഉണ്ടാകാറില്ല. ഇനി എന്താണ് നിർവാത മേഖല അഥവാ ഡോൾ ഡ്രംസ് എന്ന് നമ്മൾ പറയും? എന്താണ്? വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജ്ജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖയ്ക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? വർഷം മുഴുവൻ ഉയർന്ന അളവിൽ എവിടെ സൗരോർജ്ജം ലഭിക്കും? ഈ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ സൗരോർജ്ജം ലഭിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ചൂട് കൂടും അല്ലേ? താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല, ചൂടോടുകൂടിയ ഒരു ന്യൂനമർദ്ദ മേഖല എവിടെ രൂപം കൊള്ളുന്നു? ഈ ഒരു നിർവാത മേഖലയിൽ രൂപം കൊള്ളുന്നു. ഇവിടെ വായുവിൻ്റെ തിരശ്ചീന സഞ്ചാരം സാധ്യമാകുന്നില്ല. അപ്പോൾ വായു ലംബമായിട്ടല്ലേ പതിക്കുന്നത്. വായുവിൻ്റെ തിരശ്ചീന സഞ്ചാരം എവിടെയില്ല? ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ ഉണ്ടാകാറില്ല. അപ്പം നിർവാത മേഖല എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. അപ്പോൾ വായുവിൻ്റെ തിരശ്ചീന സഞ്ചാരമുള്ളത് കൊണ്ട് ഈ മേഖല അറിയപ്പെടുന്ന പേരാണ് നിർവാത മേഖല. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാദങ്ങളുടെ സംയോജന മേഖല കൂടിയാണ് ഏത്? ഭൂമധ്യരേഖ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇരു അർദ്ധഗോളങ്ങൾ നമുക്കറിയാം, നോർത്തേൺ സ്ഫിയറും സതേൺ സ്ഫിയർ അല്ലേ? അപ്പോൾ ദക്ഷിണാർദ്ധഗോളവും അല്ലെങ്കിൽ നമ്മൾ ഏതാണ്? ഉത്തരാർദ്ധഗോളവും. ഈ രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാദങ്ങളുടെ സംയോജന മേഖല കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ഈ ഒരു നിർവാത മേഖല എന്ന് പറയുന്നത്.
ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ വാർഷിക മഴയുടെയും നിലയുടെയും വിതരണക്രമമാണ് ചുവടെ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അപ്പോൾ വർഷണം, അതുപോലെ ശരാശരി താപനില ഡിഗ്രി സെൽഷ്യസിൽ, വർഷണം മഴ മില്ലിമീറ്ററിലും തന്നിട്ടുണ്ട്. ജനുവരിയിൽ എത്ര മില്ലിമീറ്റർ മഴയാണ് പെയ്തത്? അപ്പോൾ 209. ഫെബ്രുവരി ആയപ്പോൾ 174, 268, 300. ഇനി ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ 305, 373. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ തന്നിരിക്കുന്ന കോളത്തിൽ മഴ ലഭിച്ചിരിക്കുന്നത് ഏത് മാസത്തിലാണ്? നവംബർ മാസത്തിലാണ്. ഇനി ശരാശരി ഇവിടുത്തെ താപനില പറഞ്ഞിട്ടുണ്ട്. താപനില ഏറ്റവും കൂടുതൽ ഏത് സമയത്താണെന്നും കൂടി നമുക്ക് നോക്കാം. താപനില ഏറ്റവും കൂടുതൽ സെപ്റ്റംബർ 25.8 അതല്ല 26.3 വരുന്നുണ്ട്. 26.3 ഇവിടുത്തെ ഏറ്റവും കൂടിയ, മെയ് മാസത്തിലാണ് ഇവിടുത്തെ ഏറ്റവും കൂടിയ താപനില എന്ന് പറയുന്നത്. അപ്പോൾ ഉറവിടം, ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി, ഗോചെങ് ലിയോങ്ങിൻ്റെ. ഈ ഗോചെങ് ലിയോങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്ന ഒരു ഉറവിടത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഗ്രാഫൊക്കെ തന്നിട്ടുണ്ട്. 300 സെൻറ്റിമീറ്റർ, 300 മുകളിൽ ഒക്കെയുള്ള അവിടെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ വർഷണം ശരാശരി താപനില കോലാലംപൂരിൽ നിന്നുള്ളത്, അതുപോലെ ബൊഗോട്ട, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ ഒരു 2 സ്ഥലങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വർഷണത്തിൻ്റെ അളവും അതുപോലെ തന്നെ ശരാശരി താപനിലയുടെ ആ ഒരു ഇതും അതുള്ള മാസങ്ങളും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 2 സ്ഥലങ്ങളിലെയും ഏറ്റവും ഉയർന്നതും ഏറ്റവും താഴ്ന്നതുമായ മാസിക ശരാശരി താപനില എത്ര? അപ്പോൾ നമ്മൾ ബൊഗോട്ട എന്ന് പറയുന്ന ഈ സ്ഥലം എടുക്കുകയാണെങ്കിൽ, ഇതാണ് ബൊഗോട്ട എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ മാസിക താപനില എന്ന് പറയുന്നത് എത്രയാണ്? ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ താപനില ഇവിടെ ഉള്ളത്. അതുപോലെ നമ്മൾ എന്താ പറയുന്നത്, ഇവിടുത്തെ താഴ്ന്ന മാസിക താപനില എത്രയാണ്? താഴ്ന്ന മാസിക താപനില നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും താഴ്ന്നത് ഓഗസ്റ്റിലാണ് ഏറ്റവും കുറവ്. മഴ പെയ്തിരിക്കുന്നത് ഏറ്റവും കുറവ് ഇവിടെ ഏപ്രിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏപ്രിലും ഏറ്റവും കുറവ് ഓഗസ്റ്റിലുമാണ്. ബൊഗോട്ട എടുക്കുകയാണെങ്കിൽ. ഇനി അതുപോലെ നമുക്ക് അടുത്തൊരു സ്ഥലം തന്നിട്ടുണ്ട്, കോലാലംപൂരാണ്. അപ്പോൾ കോലാലംപൂരിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മാസിക താപനില ഏറ്റവും ഉയർന്നത് ഏതാണ്? നവംബർ മാസത്തിലാണ്. നവംബർ മാസത്തിലാണ് താപനില ഏറ്റവും ഉയർന്നിരിക്കുന്നത്. ഇനി മാസിക താപനില ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ജൂലൈയിലും അതുപോലെ ഫെബ്രുവരിയിലും ഫെബ്രുവരിയിലും അതിന് കാലം കുറവുണ്ടോ? ജൂണിൽ. അപ്പോൾ ഈ ഒരു മാസങ്ങളിലാണ് ഏറ്റവും കുറച്ച് കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 മാസം ഒരേപോലെ നിൽക്കുന്നുണ്ട്, ജൂണും അതുപോലെ ഫെബ്രുവരിയും. അപ്പോൾ ജൂൺ മാസത്തിലും ഫെബ്രുവരി മാസത്തിലുമാണ് കുറച്ച് മാസിക താപനില ഉള്ളത്. ഇനി ഓരോ സ്ഥലത്തെയും വാർഷിക താപാന്തരം എത്ര, മഴ ലഭിക്കാത്ത മാസങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാർഷിക താപനില നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വാർഷിക താപനില ലഭിച്ചിരിക്കുന്നത്, വാർഷിക താപനില ഉള്ളത് ഏറ്റവും കൂടുതൽ ഏത് മാസമാണ്? ഇപ്പോൾ 20നോട് അടുത്ത് വന്നിട്ടുണ്ട്. ഏത് മാസമാണ്? ഏപ്രിൽ മാസം തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഉയർന്ന താപനില ഏറ്റവും കൂടുതൽ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഏതാണ്? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ താപനില കൂടുതൽ.
നമ്മുടെ താപനില ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. ഇനി ബൊഗാണ്ടയിൽ, ഇപ്പോൾ കോലാലംപൂരിലെ ബൊഗോട്ടയിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി കോലാലംപൂർ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, എവിടെയാണ്? കോലാലംപൂർ നോക്കുകയാണെങ്കിൽ താപനില ഏറ്റവും കൂടുതലുള്ളത് 30 മേലെ ഉള്ളത് എവിടെയാ? നവംബർ മാസത്തിലാണ് താപനില കൂടുന്നത്. ആ നവംബർ മാസത്തിലാണ് അവിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത്, ഇനി ഇവിടെ മഴ ലഭിക്കാത്ത മാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മഴ ലഭിക്കാത്ത മാസങ്ങൾ, മഴയുടെ അളവ് കുറവുള്ള മാസങ്ങളുണ്ട്, പക്ഷെ മഴ ലഭിക്കാത്ത മാസങ്ങൾ ഇവിടെ തന്നിട്ടില്ല. ഉയർന്ന താപനിലയും നേരിയ താപാന്തരവും വർഷം മുഴുവൻ മഴയും ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് ബോധ്യമായില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഉയർന്ന താപനിലയും അതുപോലെ നേരിയ താപാന്തരവും വർഷം മുഴുവൻ മഴയും ലഭിക്കുന്ന പ്രദേശമാണ് ഇത്, നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമായ കിളിമഞ്ചാരോ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടുമുടിയാണിത്. അപ്പോൾ നമ്മുടെ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഏതാണ്? നമ്മുടെ കിളിമഞ്ചാരോയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമാണ് ഏത്? കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. ഇത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമാ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കിളിമഞ്ചാരോ എന്ന് പറയാം. ഇനി വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടുമുടിയാണ് ഏത്? ഈ കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കിളിമഞ്ചാരോ കൊടുമുടി വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്നത്? ഉയർന്ന ആർദ്രത, തീവ്രമായ സൂര്യപ്രകാശം, അത്യുഷ്ണം എന്നിവ കാരണം പകൽ സമയത്ത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണുള്ളത്. എന്നാൽ തീരപ്രദേശങ്ങളിൽ കടൽക്കാറ്റുകളുടെ സ്വാധീനം അത്യുഷ്ണത്തിന് ആശ്വാസമേകുന്നു. ഇത് തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജനവാസം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജനവാസം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? തീരപ്രദേശങ്ങളിൽ കടൽക്കാറ്റുകളുടെ സ്വാധീനം അത്യുഷ്ണത്തിന് ആശ്വാസമേകുന്നു. അതായത് തീരപ്രദേശത്ത് ചെന്നിട്ട് നമ്മൾ ഭയങ്കര കടുത്ത ചൂട് സമയത്ത് തീരപ്രദേശത്ത് ചെന്ന് നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇതിനുത്തരം നമുക്ക് കിട്ടും. ഇനി ഉയർന്ന ആർദ്രത, അതുപോലെ തീവ്രമായ സൂര്യപ്രകാശം, അത്യുഷ്ണം എന്നിവ കാരണം പകൽ സമയത്ത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ എന്തുണ്ട്? അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണ് ഉള്ളത്. ആ സ്ഥലത്ത് നമുക്കപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല, ആ രീതിയിലുള്ള അന്തരീക്ഷ സ്ഥിതിയായിരിക്കും. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനായി ക്ലാസ്സിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നിന്നും എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടില്ലേ? അതായത് നമുക്കറിയാം, ഭൂമധ്യരേഖ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ സൂര്യൻ ലംബമായി പതിക്കുന്നത് കൊണ്ട് തന്നെ വർഷം മുഴുവനും അവിടെ ഭയങ്കരമായ താപമായിരിക്കും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്താണ്? സമുദ്ര സാമീപ്യമുള്ളത് കൊണ്ട് നമുക്കൊരു മിതോഷ്ണമായ കാലാവസ്ഥയാണ് കേരളത്തിലുണ്ടാകുന്നത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. വർഷം മുഴുവൻ ലഭിക്കുന്ന ശക്തമായ മഴയും ഉയർന്ന താപനിലയുമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥയുടെ പ്രധാന സവിശേഷത. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നമുക്കറിയാം. അവിടെ എന്താണ്? വർഷം മുഴുവൻ ലഭിക്കുന്ന ശക്തമായ മഴയുണ്ട്, ഉയർന്ന താപനിലയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥയുടെ പ്രധാന സവിശേഷത. ഈ പ്രദേശത്തെ ഉയർന്ന താപനിലയും ശക്തമായ മഴയും സസ്യജാലങ്ങളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ എങ്ങനെയാണ്? അവിടെ ഉയർന്ന താപനിലയുണ്ട്, പക്ഷെ ശക്തമായ മഴയുണ്ട്. ഇങ്ങനെയാണെങ്കിലും എന്താണ്? സസ്യജാലങ്ങളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കുന്നു. അപ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് എന്തൊക്കെ ആവശ്യമാണ്? സൂര്യപ്രകാശം ആവശ്യമാണ്, അതുപോലെ തന്നെ മഴയും ആവശ്യമാണ്.
ആഗോള പരിസ്ഥിതി സന്തുലനം നിലനിർത്തുന്നതിൽ നിർണായക പ്രാധാന്യമുള്ള ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വൈവിധ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ ഇതുവരെ നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥയുടെ പ്രധാന സവിശേഷത പഠിച്ചുവെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ആഗോള പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ നിർണായക പ്രാധാന്യമുള്ള ഈ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ? എന്താ നമുക്കറിയേണ്ടതെന്ന് നോക്കാം. ഗിനിയയുടെ തീരങ്ങളിൽ രാത്രികാലങ്ങളിൽ വീശുന്ന ഹർമാറ്റൻ എന്ന പ്രാദേശിക വാദം അവിടുത്തെ താപനില കുറയ്ക്കുന്നു. അപ്പോൾ ഒരു പുത്തൻ അറിവാണ്. എന്താണ് ഗിനിയയുടെ തീരങ്ങളിൽ രാത്രികാലങ്ങളിൽ വീശുന്ന പ്രാദേശിക വാദം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, അതിൻ്റെ പേരാണ് ഹർമാറ്റൻ. അപ്പോൾ ഹർമാറ്റൻ എന്ത് ചെയ്യുന്നു? അവിടുത്തെ താപനില കുറയ്ക്കുന്നു. അപ്പോൾ ഗിനിയയുടെ തീരങ്ങളിൽ താപനില കുറയ്ക്കുന്നതിന് വേണ്ടി വീശുന്ന പ്രാദേശിക വാദം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട്, ഹർമാറ്റൻ ആണ്. ഇനി നമുക്ക് നൈസർഗിക സസ്യജാലങ്ങളിലോട്ട് പോകാം. ഉഷ്ണമേഖല മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഈ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉള്ള നിബിഡ വനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഉഷ്ണമേഖല മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന വനങ്ങളാണ് ഈ കാലാവസ്ഥയുടെ പ്രത്യേകത. തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായ് ഉപദ്വീപ്, ന്യൂ ഗിനിയ എന്നിവിടങ്ങളിലായി ഈ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഉഷ്ണമേഖല മഴക്കാടുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അപ്പം നമ്മളോട് ചോദിക്കുവാണ് ആമസോൺ തടം ഉഷ്ണമേഖല മഴക്കാടുകൾക്ക് ഉദാഹരണമാണ്, അത് നമുക്ക് പറയാം. ഇനി മധ്യ പശ്ചിമ ആഫ്രിക്ക, അത് ഉഷ്ണമേഖല മഴക്കാടുകളാണ് അവിടെയുള്ളത്. ഇന്തോനേഷ്യ, അതുപോലെ മലായി ഉപദ്വീപ്, ന്യൂ ഗിനിയ എന്നിവിടങ്ങളിലായിട്ട് എന്തുണ്ട്? ഈ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആമസോൺ മഴക്കാടാണ്, കോങ്കോ തടാകത്തിലെ മഴക്കാടാണ് ഈ തന്നിരിക്കുന്നത്. ഇത് കണ്ടോ, സ്ഥിരമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ സൂര്യപ്രകാശം, സൂര്യതാപവും ഒക്കെ ഏറ്റ് നല്ല പച്ചപ്പോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന കാടുകൾ ഉഷ്ണമേഖല മഴക്കാടുകൾ. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ വിളിക്കുന്ന പേരാണ് സെൽവാസ്. ഈ കാലാവസ്ഥാ മേഖലയിൽ വിത്തുകൾ മുളയ്ക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഇല പൊഴിക്കുന്നതിനോ സസ്യങ്ങൾക്കൊരു പ്രത്യേക കാലമില്ല. അപ്പോൾ ഈ ആമസോൺ കാലാവസ്ഥാ മേഖല ആമസോൺ അല്ല ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വിത്തുകൾ മുളയ്ക്കുന്നതിനോ അത് പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഇല പൊഴിക്കുന്നതിനോ സസ്യങ്ങൾക്ക് ഒരു പ്രത്യേക കാലമൊന്നും ഇല്ല. വർഷം മുഴുവൻ ഇത്തരം പ്രക്രിയകളാൽ ഇവിടത്തെ കാടുകൾ സജീവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്താണ് നിബിഡ വനങ്ങൾ കണ്ടോ, ഇടതൂർന്ന വനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വർഷം മുഴുവൻ എന്താണ് അവിടെ വിത്ത് മുളയ്ക്കുകയും പുഷ്പിക്കുകയും കായ്ക്കുകയും പൂക്കുകയും ഇല പൊഴിക്കുകയും ഒക്കെ ചെയ്യും. അതിനാൽ ഇതിനെ നമ്മൾ എന്താണ് നിത്യഹരിതമായി കാണപ്പെടുന്നു. അപ്പം നിത്യഹരിത വനങ്ങൾ എന്നുകൂടി ഈ ഉഷ്ണമേഖലാ മഴക്കാടുകൾ അറിയപ്പെടുന്നുണ്ട്. ഈ മഴക്കാടുകളെ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങളെന്നും വിളിക്കാറുണ്ട്. അപ്പം മഴക്കാടുകളെ നമ്മുടെ ആമസോൺ മഴക്കാടുകളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ, അല്ലെങ്കിൽ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ആ ഒരു വനങ്ങളെ മഴക്കാടുകളെ നമുക്ക് നിത്യഹരിത വനങ്ങളെന്ന് വിളിക്കാം. ഇനി ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. എബണി, മഹാഗണി, സിങ്കോണ, റോസ്വുഡ് എന്നിങ്ങനെയുള്ള വൻമരങ്ങൾ ഉൾപ്പെടെ ധാരാളം വ്യത്യസ്തങ്ങളായ നിത്യഹരിത വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നിത്യഹരിത വനങ്ങളിലുള്ളത് എബണി, മഹാഗണി, സിങ്കോണ, റോസ്വുഡ് തുടങ്ങിയ വൻമരങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നിത്യഹരിത വൃക്ഷങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ളത് ധാരാളം ഈ വനങ്ങളിൽ ഉൾപ്പെടുന്നു. വൻമരങ്ങളെ കൂടാതെ ചെറുപനകൾ, ലിയാനാസ് പോലുള്ള വള്ളിച്ചെടികൾ, മരവാഴകൾ പോലുള്ള
എപ്പിഫൈറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സസ്യങ്ങൾ, ധാരാളം പരാത സസ്യങ്ങൾ, പന്നൽ ചെടികൾ, ലാലങ് പോലുള്ള പുൽവർഗ സസ്യങ്ങൾ, പുൽവർഗത്തിലുള്ള ഒരു സസ്യമാണ് ലാലങ് എന്ന് പറയുന്നത്, എന്നിവ ഇവിടെ ഇടതൂർന്ന് വളരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ എബണി, മഹാഗണി, സിങ്കോണ, റോസ്വുഡ് എന്നിവ വൻമരങ്ങളാണ്. ഇത് കൂടാതെയുള്ള വൻമരങ്ങളെ കൂടാതെയുള്ളവയാണ് ചെറുപനകളുണ്ട്, ലിയോനാസ് പോലുള്ള വള്ളിച്ചെടികളുണ്ട്. അപ്പോൾ ലിയാനാസ് എന്ന് പറയുന്നത് എന്താണ്? ലിയാനാസ് ഒരു തരത്തിലുള്ള വള്ളിച്ചെടിയാണ്. ഇതൊക്കെ ചിലപ്പോൾ ചേരുമ്പടി ചേർക്കാൻ ചോദിക്കാം. ലിയാനാസ് എന്ന് പറയുന്നത് വള്ളിച്ചെടികളാണ്. ഇനി മരവാഴകൾ പോലുള്ള എപ്പിഫൈറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സസ്യങ്ങളെ, ധാരാളം പരാത സസ്യങ്ങൾ, അതുപോലെ പന്നൽ ചെടികൾ, ലാലങ് പോലുള്ള പുൽവർഗ സസ്യങ്ങൾ എന്നിവ ഇവിടെ ഇടതൂർന്ന് വളരുന്നു. ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യവർഗ്ഗങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നുവെന്നതാണ് ഈ മഴക്കാടുകളുടെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ ആമസോൺ മഴക്കാടുകൾ അല്ലെങ്കിൽ ഭൂമധ്യരേഖ മഴക്കാടുകളുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യവർഗ്ഗങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നുവെന്നതാണ് ഈ മഴക്കാടുകളുടെ മറ്റൊരു പ്രത്യേകത. മലേഷ്യൻ മഴക്കാടുകളിൽ ഒരു ഏക്കറിൽ 200-ലധികം സസ്യവർഗ്ഗങ്ങൾ വരെ കാണപ്പെടുന്നുവെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മലേഷ്യയിലുണ്ടല്ലോ മഴക്കാടുകളുണ്ടല്ലോ, നമ്മുടെ ഭൂമധ്യരേഖ മഴക്കാടുകൾ എവിടെയുണ്ട്? മലേഷ്യയിലുണ്ട്. അപ്പോൾ ഈ മലേഷ്യയിലെ മഴക്കാടുകളിൽ ഏക്കറിൽ 200-ലധികം സസ്യവർഗ്ഗങ്ങൾ കാണപ്പെടുന്നുവെന്നാണ് നമ്മുടെ പഠനങ്ങളൊക്കെ കണക്കാക്കുന്നത്. സൂര്യപ്രകാശ ലഭ്യത അനുസരിച്ച് സസ്യങ്ങളിൽ ഉയര വ്യത്യാസം കാണപ്പെടുന്നു. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ച് എന്തുണ്ട്? നമുക്ക് ലഭിക്കുന്ന ഈ സസ്യങ്ങളിൽ ഉയര വ്യത്യാസം കാണപ്പെടുന്നു. വൃക്ഷങ്ങളുടെ ഉയര വ്യത്യാസം അനുസരിച്ച് അവയുടെ വൃക്ഷത്തലപ്പുകൾ പല തട്ടുകളായുള്ള മേലാപ്പുകൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നല്ലതായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ആ സസ്യങ്ങൾ നന്നായിട്ട് വളരും, പെട്ടെന്ന് ഉയരത്തിലെത്തും അല്ലേ. അപ്പോൾ ഈ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഇതിന് ഉയര വ്യത്യാസം ഉണ്ടാകും. വൃക്ഷങ്ങളുടെ ഉയര വ്യത്യാസം അനുസരിച്ച് അവയുടെ വൃക്ഷത്തലപ്പുകൾ പല തട്ടുകളായുള്ള മേലാപ്പുകൾ സൃഷ്ടിക്കുന്നു. ഇനി ഇവിടെ ചിത്രം നിരീക്ഷിച്ച് സസ്യങ്ങളുടെ ഉയരക്രമത്തിന് അനുസരിച്ച് അവ തീർത്തിട്ടുള്ള മേലാപ്പുകൾ തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ സസ്യങ്ങൾ. ഇത് കണ്ടോ, ഉയരത്തിനനുസരിച്ച് സസ്യങ്ങൾക്ക് എന്തുണ്ട്? മേലാപ്പുകൾ തീർത്തിട്ടുണ്ട്. മേലാപ്പുകൾ ഇതേപോലെ ഈ സസ്യങ്ങൾ കണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ സസ്യങ്ങൾ ഉയരത്തിനനുസരിച്ച് അതിന് ഓരോരോ മേലാപ്പുകളുണ്ട്. കണ്ടോ, ഇതാണ് മേലാപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഉയരത്തിനനുസരിച്ചവ, അതിനേക്കാളും ഉയരമുള്ളവ കണ്ടോ നിൽക്കുന്നത്. ഇനി ഇതിങ്ങനെ ഉയരത്തിനനുസരിച്ച് മേലാപ്പുകൾ തീർത്താണ് ഈ സസ്യങ്ങൾ വളരുന്നത്. ഇനി ഈ സസ്യങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഉയരമുള്ള സസ്യം 150 അടി, ഏറ്റവും ഉയരത്തിലാണെങ്കിൽ 150 അടി. ഇനി അതിന് അടിയിൽ ഏറ്റവും ഉയരമുള്ളതുണ്ട്, പിന്നെ ഏറ്റവും ഉയരമുള്ളത് 150 അടിയോളമുള്ളതുണ്ട്. ഇനി അതിനടിയിലുള്ള ഈ ഒരു പാളി, ഇതിനെയാണ് ഉപരിപാളി എന്ന് പറയുന്നത്. ഇനി അതിനടിയിലെത്താണ് 60 അടി. അതിന് ഇടയിൽ, ഈ 60 അടിക്കിടയിൽ എന്തുണ്ട്? മധ്യപാളി. ഇതേപോലെ മധ്യപാളിയുണ്ട്. പിന്നെയോ ഇനി 30 അടിയുള്ളതുണ്ട് കേട്ടോ, 30 അടിയുള്ളതുണ്ട്. അതിനെ നമ്മൾ എന്താ പറയുന്നത്? കീഴ്പാളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു വ്യത്യസ്ത ഉയരത്തിൽ മരങ്ങൾ തീർത്തിട്ടുള്ള മേലാപ്പുകളാണ് ഈ കാണുന്നത്. വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഈ നിത്യഹരിത മഴക്കാടുകൾ ലോകത്തിൻ്റെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്ന മഴക്കാടുകളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ മഴക്കാടുകൾ പലയിടങ്ങളിലും സ്ഥാനമാറ്റ കൃഷിക്കായി വനം വെട്ടിത്തെളിക്കാറുണ്ട്. അപ്പോൾ ഈ ഭൂമധ്യരേഖ മഴക്കാടുകളിൽ പല സ്ഥലങ്ങളിലും എന്തുണ്ട്? സ്ഥാനമാറ്റ കൃഷിക്കായിട്ട് വനം വെട്ടിത്തെളിക്കാറുണ്ട്. ഇത്തരം പ്രദേശങ്ങൾ കൃഷിക്ക് ശേഷം പിന്നീട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടങ്ങളിൽ മറ്റൊരു വനം രൂപമെടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ വനം അതായത് ഈ ജൂം കൃഷിയൊക്കെ അതിന് ഉദാഹരണമാണ്. വനം വെട്ടിത്തെളിക്കുക, ഇന്ത്യയിൽ ജൂം കൃഷിയൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഈ വനം വെട്ടിത്തെളിക്കൽ, വനം
വെട്ടിയിട്ട് അങ്ങനെ കൃഷി ചെയ്യുന്ന രീതി. അത് കുറച്ച് നാൾ കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ ഉപേക്ഷിച്ചിട്ട് അടുത്ത സ്ഥലത്ത് കൃഷി ചെയ്യാൻ പോകും. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, മറ്റൊരു വനം അവിടെ രൂപമെടുക്കാൻ തുടങ്ങുന്നു. ഇത്തരത്തിൽ വളരുന്ന ദ്വിതീയ വനങ്ങളെ മലേഷ്യയിൽ ബെലുകാർ എന്ന് അറിയപ്പെടുന്നു. ബെലുകാർ. അപ്പോൾ ബെലുകാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെലുകാർ. ബെലുകാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വനം വെട്ടിത്തെളിച്ചതിന് ശേഷം പിന്നീട് വളരുന്ന ദ്വിതീയ വനങ്ങളെ മലേഷ്യയിൽ അറിയപ്പെടുന്ന പേരാണ് ബെലുകാർ. തീരപ്രദേശങ്ങളിലും ഉപ്പുരസമുള്ള ചതുപ്പ് നിലങ്ങളിലും കണ്ടൽ കാടുകളും കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ കണ്ടൽ കാടുകളും കാണപ്പെടാറുണ്ട്. കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? തീരപ്രദേശങ്ങളിലുണ്ടാവും, ഉപ്പുരസമുള്ള ചതുപ്പ് നിലങ്ങളിലൊക്കെ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നുണ്ട്. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് ഈ മേഖലയിലെ ജന്തു വൈവിധ്യത്തെ പറ്റി ചർച്ച ചെയ്യാം. ജന്തു വൈവിധ്യത്താൽ സമ്പന്നമാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല. അപ്പോൾ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ എന്തുണ്ട്? നല്ല ജന്തു വൈവിധ്യത്താൽ സമ്പന്നമാണ് ഈ സ്ഥലം. ഇവിടുത്തെ കാലാവസ്ഥാ പ്രത്യേകതകൾ മൂലം മിക്കവാറും ജീവികൾ ഇവിടെ എന്തുണ്ട്? മരങ്ങളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് എന്താണ്? ജീവികളൊക്കെ മരങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? കൂടുതലും താമസിക്കാറ്. ഇത്തരത്തിൽ മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ അൽബോറിയൽ ജീവികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആലോചിച്ചാൽ മതി, അർബോറിയൽ, അർബോർ എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ ഈ മരങ്ങളിൽ താമസിക്കുന്ന ഇവർക്ക് ബോറടിക്കുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്? മരങ്ങളിലോട്ട് ചേക്കേറുന്നത്. അപ്പോൾ മരത്തിൽ താമസിക്കുന്ന ഇത്തരം ജീവികളെ വിളിക്കുന്ന പേരാണ് അർബോറിയൽ ജീവികൾ എന്നാണ് വിളിക്കുന്നത്. നിബിഡമായ ഈ മഴക്കാടുകളുടെ ഉള്ളിലേക്ക് മതിയായ സൂര്യപ്രകാശം എത്തിച്ചേരാത്തതിനാൽ അടിക്കാടുകൾ വളരുന്നില്ല. അപ്പോൾ ഇവിടെ സൂര്യപ്രകാശം അടിയിലോട്ട് പതിക്കത്തില്ല, അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? അടിക്കാടുകൾ വളരുന്നില്ല. അതിനാൽ നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികളായ മൃഗങ്ങൾ പൊതുവെ ഇവിടെ കാണപ്പെടാറില്ല. അപ്പോൾ സസ്യഭോജികളായ ജീവികൾ എവിടെ ഉണ്ടാവത്തില്ല? നമ്മുടെ നിബിഡ വനങ്ങളിൽ, അതായത് ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ ഉണ്ടാവത്തില്ല. അതിനാൽ നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികളായ മൃഗങ്ങൾ പൊതുവെ ഇവിടെ കാണപ്പെടാറില്ല. അവയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന മാംസഭോജികളും ഇവിടെ തീരെ കുറവാണ്. അപ്പോൾ സസ്യഭോജികൾ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ആരും ഉണ്ടാവത്തില്ല. അതിനെ ഭക്ഷിക്കുന്ന മാംസഭോജികളും അവിടെ ഉണ്ടാവാറില്ല, അവിടെ തീരെ കുറവാണ്. ഇനി ഇതാ ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് ആരൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒറാങ്ങുട്ടനുണ്ട്, ഹൗളർ കുരങ്ങുകളുണ്ട്, എമറാൾഡ് ട്രീ ബോയ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എമറാൾഡ് ട്രീ ബോയ ഉണ്ട്, അതുപോലെ കിങ്കജു, ലിമറുകൾ എന്നിവ ഈ പ്രദേശത്ത് ഇവയൊക്കെ എവിടെയാണ്? അർബോറിയൽ ജീവികളാണ്. അപ്പോൾ അർബോറിയൽ ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാം ലിമറുകൾ, കിങ്കജു, എമറാൾഡ് ട്രീ ബോയ, അതുപോലെ ആരാണ്? ഹൗളർ കുരങ്ങുകൾ, പിന്നെ ഒറാങ്കുട്ടൻ. ഇവരൊക്കെ എന്തിനുദാഹരണമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അർബോറിയൽ ജീവികൾ. അർബോറിയൽ എന്ന് പറഞ്ഞാൽ മരത്തിൽ തന്നെ താമസിക്കുന്ന ജീവികളാണ് അർബോറിയൽ ജീവികൾ എന്ന് പറയുന്നത്. ലിമറുകൾ, ആൾക്കുരങ്ങുകൾ, ഒറാങ്ങുട്ടൻ, മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഉരഗങ്ങൾ, നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ വ്യത്യസ്ത ഇനം ജന്തുജാലങ്ങളും തത്ത, ടുക്കാൻ, വേഴാമ്പൽ എന്നിങ്ങനെ ധാരാളം പക്ഷിവർഗങ്ങളും ഈ മേഖലയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ആരൊക്കെയുണ്ട്? ലിമറുകൾ, ആൽക്കുരങ്ങുകൾ, ഒറാങ്ങുട്ടനുണ്ട്, മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഉരഗങ്ങൾ, അതുപോലെ നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങി വ്യത്യസ്ത ഇനം ജന്തുജാലങ്ങളും തത്ത, ടുക്കാൻ, വേഴാമ്പൽ എന്നിങ്ങനെ ധാരാളം പക്ഷിവർഗങ്ങളും എവിടെയുണ്ട്? നമ്മുടെ ഭൂമധ്യരേഖ മഴക്കാടുകളിലുണ്ട്. ചീങ്കണ്ണി, നീർക്കുതിര, അതുപോലെ അനാക്കൊണ്ട, പിന്നെ ആരാണ്? മക്കാവ് ഒക്കെ ഇവിടെയുള്ള പക്ഷികളാണ്. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ ജന്തുജാലങ്ങളുടെ ചിത്രം ശേഖരിച്ചൊരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ ഭൗതിക സവിശേഷതകളെക്കുറിച്ചുള്ള വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി ഇവിടത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ മനുഷ്യജീവികളെക്കുറിച്ചാണ്. അപ്പം നമുക്ക് നോക്കാം. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മൂലം പൊതുവെ ഈ മേഖലയിൽ ജനവാസം കുറവാണ്. അപ്പോൾ ഭൂമധ്യരേഖാ മേഖലയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതലും നിബിഡ വനങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ എന്ത് കുറവാണ്? ജനവാസം കൂടുതലാണ്.
ആഫ്രിക്കയിലെ പിഗ്മികൾ, ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ, മലേഷ്യയിലെ ഒറാങ് അസ്ലി ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഈ മേഖലയിലെ പ്രധാന തദ്ദേശവാസികൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകൾ താമസിക്കുന്നവരാരൊക്കെയാണ്? ആഫ്രിക്കയിലെ പിഗ്മികൾ. അപ്പോൾ പിഗ്മികൾ ആഫ്രിക്കയിലെ ജനവർഗമാണ് പിഗ്മി എന്ന് പറയുന്നത്. പിന്നെന്താണ്? ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ, ആമസോണിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ, മലേഷ്യയിലെ ഒറാങ് അസ്ലി ഗോത്ര വിഭാഗക്കാർ. അപ്പോൾ മലേഷ്യയിലുള്ള ഗോത്ര വിഭാഗത്തിന് അറിയപ്പെടുന്ന പേരാണ് ഒറാങ് അസ്ലി എന്ന് പറയുന്നത്. ആമസോൺ തടത്തിലെ വിഭാഗക്കാരാണ് ഇന്ത്യൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ. പിന്നീട് ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ മേഖലയിലെ പ്രധാന തദ്ദേശീയവാസികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പിഗ്മികളെ കുറിച്ചാണ് പറയുന്നത്. ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തദ്ദേശീയരാണ് പിഗ്മികൾ എന്ന് പറയുന്നത്. അപ്പോൾ പിഗ്മികൾ കാണപ്പെടുന്നത് ഏത് വൻകരയിലാണെന്ന് ചോദിച്ചാൽ ആഫ്രിക്കൻ വൻകരയിലാണ്. അവരെ കോങ്കോ തടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഇവരെ കാണപ്പെടുന്നത്. അവിടെ കോങ്കോയിൽ കാണപ്പെടുന്ന തദ്ദേശീയ വിഭാഗക്കാരാണ് പിഗ്മികൾ. താരതമ്യേന ഉയരം കുറഞ്ഞവരാണ് ഇക്കൂട്ടർ. അപ്പോൾ ഇവരുടെ പ്രത്യേകത, പിഗ്മികളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? താരതമ്യേന ഉയരം കുറഞ്ഞവരാണ് പിഗ്മികൾ. പിഗ്മികൾ പരമ്പരാഗതമായി വേട്ടയാടുന്നവരാണ്. ഇവരുടെ ജോലി എന്താണ്? വേട്ടയാടലാണ്. ഉപജീവനത്തിനായി വനത്തെ വളരെയധികം ഇവർ ആശ്രയിക്കുന്നു. അപ്പോൾ ഇവർ ഉപജീവനത്തിനായിട്ട് വനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പഴങ്ങൾ, പരിപ്പ്, തേൻ, മറ്റ് വനവിഭവങ്ങൾ എന്നിവയും ഭക്ഷണത്തിനായി ശേഖരിക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണത്തിനായിട്ട് ഇവരെന്തൊക്കെയാണ്? പഴങ്ങൾ, പരിപ്പ്, തേന്, മറ്റ് വനവിഭവങ്ങൾ എന്നിവയൊക്കെ ശേഖരിക്കാറുണ്ട്. മാംസം, മത്സ്യം, വേരുകൾ, പഴങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഇവരുടെ ഭക്ഷണക്രമം. നാടോടി ജീവിതശൈലിയാണ് ഇവർ പിന്തുടരുന്നത്. ഇലകൾ, മരച്ചില്ലകൾ തുടങ്ങിയ വനവസ്തുക്കളാൽ നിർമ്മിച്ച ചെറിയ താൽക്കാലിക കുടിലുകളിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? പലപ്പോഴും താമസിക്കാറുള്ളത്. പിഗ്മികൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതും കൂട്ടായിട്ടാണ്. പരമ്പരാഗതമായ തനത് ആചാരങ്ങൾ പാലിക്കുന്നവരാണ് പിഗ്മികൾ. അപ്പോൾ ഇവരുടെ ആചാരങ്ങളൊക്കെ പരമ്പരാഗതമായിട്ടുള്ള തനത് ആചാരങ്ങളാണ് ഇവർ പാലിക്കുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതിയെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പല വിശ്വാസങ്ങളും നിലകൊള്ളുന്നത്. തനത് സംഗീതം, നൃത്തം, താളവാദ്യങ്ങൾ എന്നിവ ഇവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പം പിഗ്മികളുടെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അവരെങ്ങനെയൊക്കെയുള്ളവരാണെന്ന് പറഞ്ഞു, അവരുടെ ജീവിത രീതി നമ്മൾ പറഞ്ഞു, അവരുടെ വീട് എങ്ങനെയുള്ളതാണ് ഒക്കെ നമ്മൾ പറഞ്ഞു. മുഖ്യമായും വനങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാർ മൃഗങ്ങളെ വേട്ടയാടിയും വനങ്ങളിൽ നിന്നും കായ്കനികൾ ശേഖരിച്ചും മത്സ്യബന്ധനം നടത്തിയും ജീവിതം പുലർത്തുന്നു. അപ്പോൾ ഇവരൊക്കെ മുഖ്യമായും ഈ ഗോത്രവർഗ്ഗക്കാർ എവിടെയാണ് താമസിക്കുന്നത്? വനങ്ങളിലായിരിക്കും താമസിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവരുടെ പ്രധാന ജോലി നമ്മൾ പറഞ്ഞു, പിഗ്മികളുടെയൊക്കെ പ്രധാന തൊഴിൽ എന്താണ്? വന്യജീവികളെ വേട്ടയാടുക എന്നതാണ്. അതുപോലെ എന്താണ്? വനങ്ങളിൽ നിന്നും കായ്കനികൾ ശേഖരിച്ചും മത്സ്യബന്ധനം നടത്തിയും ജീവിതം പുലർത്തുന്നവരാണ് ഈ ഗോത്രവർഗ്ഗക്കാർ എന്ന് പറയുന്നത്. ഇവിടെ നിലനിൽക്കുന്ന പരമ്പരാഗത കൃഷി രീതിയാണ് സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടുചുട്ട് കൃഷി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാടുകളിൽ കുറച്ച് സ്ഥലങ്ങൾ ഇവരെന്ത് ചെയ്യുന്നു? വെട്ടുചുട്ടിട്ട് അവിടെ കൃഷി ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ ഉപേക്ഷിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇതിനെയാണ് വെട്ടുചുട്ട് കൃഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ഥാനമാറ്റ കൃഷി എന്ന് പറയുന്നത്. കാട് വെട്ടിത്തെളിച്ചും ചുട്ടരിച്ചും കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്യുന്നു. അപ്പോൾ കാട് വെട്ടിത്തെളിച്ച് അതുപോലെ ചുട്ടരിച്ചൊക്കെ ഇവർ കൃഷിയോഗ്യമാക്കി എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രദേശത്തിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നത് വരെ കൃഷി തുടരുന്നു. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഫലഭൂയിഷ്ഠത കഴിയുന്നത് വരെ അവരവിടെ എന്ത് ചെയ്യും? കൃഷി ചെയ്ത് ആ തറയെ അങ്ങ് കൊല്ലും. അതിനുശേഷം ആ പ്രദേശം ഉപേക്ഷിച്ച് മറ്റൊരു വനപ്രദേശം തേടിപ്പോവുകയും ഇതേ രീതിയിൽ കൃഷി തുടരുകയും ചെയ്യുന്നു. മരിച്ചീനി, ചേന, ചോളം, വാഴ, നിലക്കടല എന്നിവയാണ് പ്രധാന വിളകളെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ കണ്ടോ, ഇത് ഇവിടെ വെട്ടിച്ചുട്ട് കൃഷിക്കായി വനം ചുടുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവർ വനത്തെ എന്ത് ചെയ്യുന്നത്? ചുടുന്നത്. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇവിടെ കൃഷി ചെയ്യും. കൃഷി ചെയ്തതിന് ശേഷം അവിടെ ഉപേക്ഷിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകും. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ
ഇത് കണ്ടോ, ഇവർ കൃഷി ചെയ്യുന്നവർ പഴവർഗ്ഗങ്ങളും ഒക്കെ ശേഖരിക്കുകയും നമ്മുടെ പശ്ചിമ ആഫ്രിക്കയിലെ കൊക്കോ തോട്ടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് അപ്പം നമ്മൾ പറഞ്ഞു മരിച്ചീനി, ചേന, ചോളം, വാഴ, നിലക്കടല എന്നിവയാണ് പ്രധാന വിളകളെന്ന് പറഞ്ഞു. യൂറോപ്യന്മാരുടെ വരവോടെ ഈ മേഖലയിൽ വ്യാപകമായി തോട്ടവിള കൃഷി ആരംഭിച്ചു. അപ്പോൾ യൂറോപ്യന്മാർ വന്നതോടുകൂടി എന്ത് ചെയ്തു, ഈ മേഖലയിൽ വ്യാപകമായി തോട്ടവിള കൃഷി ആരംഭിച്ചു. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ചൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാത്തവർ എന്ത് ചെയ്യുക, അതും കൂടിയൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവോടെ ഈ മേഖലയിൽ എന്താരംഭിച്ചു, തോട്ടവിള കൃഷി വൻതോതിൽ ആരംഭിച്ചു. ഇവിടുത്തെ കാലാവസ്ഥാ സവിശേഷതകൾ വ്യാവസായിക പ്രാധാന്യമുള്ള പല വിളകൾക്കും ഏറെ അനുകൂലമാണ്. അപ്പോൾ ഇവിടെ കാലാവസ്ഥ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ വ്യാവസായിക പ്രാധാന്യമുള്ള പല വിളകൾക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിളകളിൽ ഒന്നാണ് റബ്ബർ. അപ്പോൾ റബ്ബർ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട വിളകളിൽ ഒന്നായിരുന്നു. ലോകത്തിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവയൊക്കെ. അപ്പോൾ നമ്മുടെ ലോകത്ത് തന്നെ റബ്ബർ ഉൽപ്പാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം ഏതൊക്കെയാണ്? നമ്മുടെ മലേഷ്യ, അതുപോലെ ഇന്തോനേഷ്യ എന്നിവ ആണ്. ഇനി ഇവിടെ നമ്മൾ കൊക്കോ കൃഷി ഇതാ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. പശ്ചിമ ആഫ്രിക്കയിലെ കൊക്കോ കൃഷിത്തോട്ടമാണ് ഇവിടെ. ഇന്തോനേഷ്യയിലെ എണ്ണപ്പനത്തോട്ടം അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന മറ്റൊരു തോട്ടവിളയാണ് കൊക്കോ. അപ്പം നമ്മൾ കണ്ടല്ലോ, കൊക്കോ എന്ന് പറയുന്നത് ഭൂമധ്യരേഖ തോട്ടവിളയാണ് കൊക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യാപകമായിട്ട് കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ എവിടെയാണ്? പശ്ചിമ ആഫ്രിക്കയിലെ കൊക്കോ തോട്ടമാണ് നമ്മളവിടെ കണ്ടത്. ഇവിടെ കൃഷി ചെയ്യുന്ന മറ്റ് പ്രധാന വിളകളാണ് എണ്ണപ്പന, തെങ്ങ്, കരിമ്പ്, തേയില, കാപ്പി, വാഴ, കൈതച്ചക്ക മുതലായവ. അപ്പോൾ ഇവിടെ മറ്റ് കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എണ്ണപ്പനയുണ്ട്, തെങ്ങുണ്ട്, കരിമ്പുണ്ട്, തേയില, കാപ്പി, വാഴ, കൈതച്ചക്ക മുതലായവ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ തദ്ദേശീയരിൽ ഭൂരിഭാഗവും നാടോടികളാണ്. അപ്പോൾ ഇവരിൽ ഭൂരിഭാഗവും സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കുന്നവർ അല്ല, ഇവർ നാടോടികളാണ്. പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് മിക്ക വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ അവിടെ എന്താണ് കിട്ടുന്ന ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കമ്പും കൊണിയും ഓലയും ഇലയും പുല്ലും ഒക്കെ ഉപയോഗിച്ച് ഇവർ എന്ത് ചെയ്യുന്നു, വീട് വയ്ക്കും. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഏതെല്ലാമെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, പലതരത്തിലുള്ള പുല്ലുമേഞ്ഞതും ഓലമേഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ചെറുതും വലുതുമായ കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട്. കെട്ടിടം അല്ല കേട്ടോ, കുടിലുകളാണ്. ഇനി ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം പുരാതന ഗോത്ര വിഭാഗക്കാരും നാടോടികളും കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച ഓലമേഞ്ഞ വീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരും മാത്രമാണുള്ളതെന്ന് കരുതരുത്. മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ധാരാളം ആധുനിക നഗരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബൊഗോട്ട, സിംഗപ്പൂർ, ജക്കാർത്ത, ഇക്വിറ്റാസ്, കിറ്റോ, ആമസോൺ തടത്തിലെ മനൌസ്, ബെലെ തുടങ്ങിയ നഗരങ്ങൾ ചില ഉദാഹരണങ്ങളാണ്. ചിട്ടയായ ആസൂത്രണത്തിലൂടെയും കഠിന പ്രയത്നത്തിലൂടെയും വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് മലേഷ്യയും സിംഗപ്പൂരും കിഴക്കൻ ബ്രസീലും ഒക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം ഗോത്രവിഭാഗക്കാരും നാടോടികളും കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച ഓലമേഞ്ഞ വീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരും മാത്രമാണുള്ളതെന്ന് കരുതരുത് എന്ന് നമ്മളോട് പറഞ്ഞു. അതുപോലെ അവിടെ എന്തൊക്കെയുണ്ട്? മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ധാരാളം ആധുനിക നഗരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബൊഗോട്ട, സിംഗപ്പൂർ, നമ്മുടെ ജക്കാർത്ത, ഇക്വിറ്റാസ്, കിറ്റോ, ആമസോൺ തടത്തിലെ മനൌസ്, ബെലെ തുടങ്ങിയ നഗരങ്ങൾ ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ ചിട്ടയായ ആസൂത്രണം ഒക്കെയുള്ള വീടുകളാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ കഠിന പ്രയത്നത്തിലൂടെയും വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് മലേഷ്യയും സിംഗപ്പൂരും അതുപോലെ കിഴക്കൻ ബ്രസീലും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ വലിയൊരു ക്ലാസ്സായി. അപ്പോൾ നമ്മുടെ
ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്